ശരിക്കും ഇത് ഉള്ളിൽ തട്ടി കരയുന്നതാണോ അഭിനയിക്കുകയാണോ? അഭിനയിക്കാൻ അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അലിൻ ജോസ് പെരേര അങ്ങനെ അഭിനയിച്ച് കരയുന്ന ഒരാളാണെന്ന് അങ്ങനെ അഭിനയിക്കാനോ അങ്ങനെ നല്ലൊരു ആക്ടർ ആണെങ്കിൽ ബാഡ് ബോയ്സ് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് മലയാള സിനിമയിൽ യൂസ് ചെയ്തില്ല? മനസ്സിലായ ആക്ടിങ് അല്ല, ആൾക്കാർ നമ്മുടെ റീച്ച് ഉപയോഗിച്ച് എന്നാലും ഒമർ ലുലു സാറ് ആ ഒരു ചാൻസ് തന്നു. അതിന് പുള്ളിക്ക് ഒരു നല്ലൊരു മനസ്സുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പടത്തിൽ നമ്മളെ മെയിനായിട്ട് കാസ്റ്റ് ചെയ്തില്ല, അത് ക്യാരക്ടറൈസ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഈ അടുത്ത് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും റീൽസ് ചെയ്യുന്ന വ്യക്തികളാണ്. ഇപ്പോൾ ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹാഷിർ റീൽസ് അറിയാമല്ലോ, അത്യാവശ്യം കോമഡി രീതിയിലൊക്കെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആദ്യം ഉണ്ടാകും. സിനിമ വായ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് പുള്ളിക്ക് ആ ഒരു മാറ്റം വന്നത്. പക്ഷേ ആൾക്കാരുടെ ഒരു നമ്മളോടൊരു കമ്മിറ്റ്മെന്റ്സ് ആണ് ഓർക്കണത്. മറ്റേ റീൽസ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റാർ ആകുന്നു, പുള്ളിയെ നായകനാക്കുന്നു, നമ്മളെ കോമാളിയാക്കുന്നു എന്നൊരു വിഷമമുണ്ട്. പറയാം സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ആൾക്കാർക്ക് ഇത് വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ശരിക്കും സൂപ്പർ സ്റ്റാർ അല്ല, വെറും കോമിക്കാണ് ചില ആൾക്കാർ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ടൊരു മനുഷ്യനാണ് സാധാരണക്കാർ. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ കോമാളി കഥാപാത്രങ്ങളിലേക്ക് മാറാതെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് റെപ്യൂട്ടറായിട്ടൊക്കെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും. നോക്കിയാൽ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. എന്നോട് ഈ ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇന്ന പോലെ അലിൻ ജോസ് പെരേര ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, അവനോടൊക്കെ എന്ത് ചോദിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളെ ഞാൻ ഇകഴ്ത്തിക്കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അതായത് ഒരു ജനങ്ങൾ, അതായത് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ തൊട്ട് ഏറ്റവും റെപ്യൂട്ടായിട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാ മനുഷ്യർ ഒന്നടങ്കം നിങ്ങളൊരു കോമഡി കഥാപാത്രമായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കോമഡി കഥാപാത്രമായിട്ടൊന്നും മാത്രമല്ല, എന്താ പറയുക, ഒരു പരിഹാസ കഥാപാത്രം. എല്ലാവർക്കും ചിരിക്കാനും പന്ത് ബോൾ തട്ടുന്ന പോലെ തട്ടാനും. ചേട്ടൻ പറഞ്ഞ പോലെ 80% ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് കാണുന്നത്. 20% ആൾക്കാർ നല്ലവരുണ്ട്. 20% നല്ലത് പറഞ്ഞാൽ പോലും ആ 80% പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ എന്ന്. കാരണം കൂടുതൽ ആൾക്കാർ എന്താ പറയുന്നത്? കൂടുതൽ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാത്തവരാണ്. അതാണ് നമ്മൾ കോമൺലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫിലിം ഫീൽഡിലെ പാട് നമ്മളോട് വലിയൊരു ഇഷ്ടമില്ലെങ്കിലും ഒരു ചെറിയൊരു അംശമെങ്കിലും ഇഷ്ടമുള്ളത് ഇപ്പം ടിനി ടോമിന്, പിന്നെ ബിബിൻ ജോർജിന്, 2 പേര് നമ്മളെ എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവർക്ക് നിങ്ങൾ വേറെ കാര്യമുണ്ട്, നിങ്ങളെ അടുത്ത് മനസ്സിലാക്കിയ ഒരാൾക്കറിയാം നിങ്ങളൊരു പഞ്ചപാവ മനുഷ്യനാണെന്നും, നിങ്ങൾ എന്താ പറയുക, ഒന്ന് തട്ടിയാൽ പോലും തിരിച്ചടിക്കാൻ ഒരു ആംബിയർ ഇല്ലാത്തൊരു പാവ മനുഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു പാവമാണ്. ആ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഇന്നസെൻസിനെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അല്ലാതെ ഇങ്ങനെ കോമാളിയായിട്ട് തന്നെ ഇങ്ങനെ. മറ്റേ അറസ്റ്റ് വന്നായിരുന്നല്ലോ സന്തോഷ് വർക്കിയുടെ, അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് നിങ്ങൾ എന്താ പോയി കാണിച്ചു എന്താ ജയിലിൽ ശരിക്കും വിഷമം വന്നു തന്നെ. ഇപ്പം ഞാൻ കരഞ്ഞ പോലെ തന്നെ കരഞ്ഞതാ. പക്ഷെ ആൾക്കാരത് കോമഡി ആയിട്ട് എടുത്ത മീഡിയയിൽ വന്നുകൊണ്ട്. ഇത് നിങ്ങളിപ്പോൾ കരഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന കരച്ചിലാന്ന് ഞങ്ങൾക്കറിയാം ഇപ്പം കരഞ്ഞത്. പക്ഷേ നിങ്ങൾ അന്ന് കരഞ്ഞത് ആക്ടിങ് ആണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും